അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് ക്വാളിറ്റി കൺട്രോളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് റോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കൺട്രോൾ. അത് എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? നമ്മളിപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും, നമ്മളിപ്പം ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ആക്സസറീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ജ്വല്ലറി ആയിരിക്കും, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റിന് ഇന്ന ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം. അപ്പം നമ്മൾ മെയിനായിട്ടും എപ്പോഴും നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന അധിക സ്റ്റാൻഡേർഡും നമ്മൾ ഉപയോഗിക്കുക അമേരിക്കൻ സൊസൈറ്റി, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുക. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളിപ്പം ക്വാളിറ്റി കൺട്രോളിൽ ASQC, അതായത് അമേരിക്കൻ സൊസൈറ്റി ഫോർ ദി ക്വാളിറ്റി കൺട്രോൾ, അതെന്താ ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള അപ്രോച്ചാണ് നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റമാറ്റിക്കുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ ASQC ഡിഫൈൻ ചെയ്യുന്നത്, ക്വാളിറ്റി കൺട്രോളിനെ. ഓക്കെ, അപ്പം നമുക്ക് റോ മെറ്റീരിയൽ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നോക്കാം. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ റോ മെറ്റീരിയൽ എന്താണ്? ഇപ്പം നമ്മളിപ്പം ഒരു വീവിങ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എന്തായിരിക്കും റോ മെറ്റീരിയൽ? അവിടെ ഫാബ്രിക് വീവ് ചെയ്യുന്നതാണുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഉള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ ഫൈബേഴ്സ് ഉണ്ടാവും അല്ലേ? ഫൈബേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വേണം, നമ്മൾ സൈസിങ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയും. ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം. ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയാണ്, എന്ന പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു ഫ്രോക്കാണ് ചെയ്യുന്നൊരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ആ ഫ്രോക്ക് ചെയ്യാൻ വേണ്ട റോ മെറ്റീരിയൽസ്, അതാണ് അവിടുത്തെ നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഗാർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ റോ മെറ്റീരിയൽസ് എന്നാണ് പറയുക. നമുക്ക് ഫാബ്രിക് വേണം, ചിലപ്പം അതിൽ നമ്മൾ സിബ്ബൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിപ്പേഴ്സ് ഉണ്ടാവും, ചിലപ്പം സാറ്റിൻ റിബൺസ് വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ബട്ടൺസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഫാബ്രിക്കിൽ ഒരു ഗാർമെൻറ്റിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ട എല്ലാ പ്രൊഡക്റ്റും എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലാണ്ട് നമുക്ക് പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടില്ല. അപ്പം നമ്മൾ റോ മെറ്റീരിയലിൻ്റെ എന്തൊക്കെയാണ്, വെറുതെ അതിൻ്റെ എസ്തെറ്റിക് അപ്പിയറൻസും ഡ്യൂറബിലിറ്റിയും മാത്രം നോക്കിയാൽ പോരാ. അതിൻ്റെ പ്രോസസ്സിങ്ങിന് എത്ര കോസ്റ്റ് ആവും, പാക്കേജിങ്, ഷിപ്പിങ് എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുക റോ മെറ്റീരിയലിൻ്റെ. അപ്പം നമ്മളിപ്പം ഡിഫക്റ്റീവ് ആയിട്ടുള്ള റോ മെറ്റീരിയലാണ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അത്രയും വേസ്റ്റ് ആവും, മെറ്റീരിയൽ വേസ്റ്റ് ആവും, നമ്മുടെ ടൈം വേസ്റ്റ് ആവും, ലേബർ, അതിനുപയോഗിച്ച പവർ എല്ലാം നമുക്ക് വേസ്റ്റേജ് ആണ്. അപ്പം നമ്മൾ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ എത്തിയിരിക്കുന്ന നമുക്ക് റോ മെറ്റീരിയൽ, നമ്മളിപ്പോൾ ഒരു വീവിങ് ഇൻഡസ്ട്രിയാണ്, നമുക്ക് എത്തിയിരിക്കുന്ന റോ മെറ്റീരിയൽ ഏതൊക്കെയാണ് അതിൻ്റെ എല്ലാം നോക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ഫാബ്രിക്കിൻ്റെത്, ലൈനിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ത്രെഡ്, സിബ്, ക്ലോഷേഴ്സ്, നമ്മൾ ക്ലോസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഫാസ്റ്റനേഴ്സിനെയാണ് നമ്മൾ ക്ലോഷേഴ്സ് എന്ന് പറയുക കേട്ടോ. പിന്നെ അതുപോലെയുള്ള അനുബന്ധമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ റോ മെറ്റീരിയലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ്സ് നമ്മളെ പ്രൊഡക്റ്റിനും ഉണ്ടാവും. അപ്പം ക്വാളിറ്റി ആദ്യം നമ്മൾ ഈ ചെറിയ ഐറ്റം മുതലേ നമ്മൾ തുടങ്ങണം. പിന്നെ നമ്മളത് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലവസാനം നമ്മൾ ലേബിൾ, ടാഗൊക്കെ ഉണ്ടാവും അല്ലേ? അതിൻ്റെയും ഒക്കെ കൂടെ ക്വാളിറ്റിയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഫാബ്രിക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫാബ്രിക്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, ആദ്യം നമ്മൾ അതറിയണം അല്ലേ? ഫാബ്രിക് വന്നു, നമ്മളിപ്പോൾ ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, നമ്മൾ പറഞ്ഞ പോലെ ഫ്രോക്ക് ചെയ്യുന്ന ഒരു ഗാർമെൻറ്റ് ഇൻഡസ്ട്രി. അപ്പോൾ പ്രോഡക്റ്റ് എത്തി, ഏത്
നമ്മുടെ റോ മെറ്റീരിയലിലെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൻ്റെ ഡിഫക്റ്റ് നമുക്ക് നോക്കണം. അതായത് ബണ്ടിൽസാണ് വരിക അല്ലേ, കുറേ റോൾ ചെയ്ത് മെറ്റീരിയൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അതിൻ്റെ ക്വാളിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ ഡിഫക്ട്സ് എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ അതെന്താ ചെയ്യുക, ഒരു ഫാബ്രിക് അത് ചെക്ക് ചെയ്യുന്നൊരു ഫാബ്രിക് ഇൻസ്പെക്ടർ ഉണ്ടാവും. ആ പുള്ളിയാണ് നമ്മുടെ ഈ ഫാബ്രിക്കിനെ ചെക്ക് ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യുക. അതൊന്നുകിൽ കട്ടിംഗ് ടേബിൾ പോലത്തെ വിരിച്ചിട്ടിട്ട് ചെക്ക് ചെയ്യും. പക്ഷേ ഇപ്പോൾ എല്ലാ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ എങ്ങനെയാണ്, ഫാബ്രിക് ഇൻസ്പെക്ഷൻ മെഷീൻ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ റോൾ ചെയ്ത് പോയിക്കോളും. അപ്പം നമ്മൾ കാണുന്നത് അവിടെ അവരെന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് വെക്കും, സർക്കിൾ ചെയ്തും അല്ലാണ്ടൊക്കെ അവർ മാർക്ക് ചെയ്ത് വെക്കും എന്തൊക്കെയാണോ ഡിഫക്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ റോൾ ചെയ്ത് വെച്ചു, എന്നിട്ട് അത് കയറി പിന്നെ മെഷീനിൽ കൂടെ മുകളിലേക്ക് പോയി അപ്പുറത്തെ സൈഡിൽ പിന്നെ അത് റോൾ ചെയ്ത് വന്നോളും, പിന്നെ റീറോൾ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കോളും. അപ്പം ഇത് നമുക്ക് അപ്പോൾ ആ ഇൻസ്പെക്ടർ നന്നായിട്ട് അത് ചെക്ക് ചെയ്യണം, കാരണം ഫാബ്രിക് ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഫക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാബ്രിക് ഇൻസ്പെക്ഷൻ മെഷീൻസ്. അപ്പോൾ ഇതിലിപ്പം റോൾ ചെയ്ത് ഫാബ്രിക് ഇവിടെ വെച്ചിട്ടുണ്ടാവും, ഇയാളാണ് ഇൻസ്പെക്ടർ. അപ്പോൾ ഈ ഫാബ്രിക് ഇങ്ങനെ വന്ന് നല്ല ലൈറ്റ്സ് വേണം, മുകളിൽ നിന്ന് നല്ല ലൈറ്റ് ഉണ്ടാവും, ഈ മെഷീനിൽ നല്ല ലൈറ്റ് ഉണ്ടാവും, എന്നാലേ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ കാണുള്ളൂ. അടിയിലും ചിലപ്പോൾ ലൈറ്റുള്ള ഒരു ഇതായിരിക്കും അടിയിലത്തത്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ഫാബ്രിക് പോകുമ്പം ചെറിയ ഡിഫക്ട്സ്, ത്രെഡൊക്കെ ചിലപ്പോൾ തിക്കായിട്ടൊക്കെ ഉണ്ടാകും ചില ഭാഗങ്ങളിൽ. അപ്പോൾ അതൊക്കെ അവർ നോട്ട് ചെയ്ത് ഒന്നുകിൽ അവർ മാർക്ക് ചെയ്ത് വെക്കും, അത് മാർക്ക് ചെയ്ത് പോയി അപ്പുറത്ത് പിന്നെ റീറോൾ ചെയ്ത് വന്നോളൂ. ഫാബ്രിക് ഇൻസ്പെക്ഷനാണിത്. അപ്പം നമ്മൾ ഫാബ്രിക് ഇൻസ്പെക്ഷനിൽ നമ്മൾ ഡിഫക്ട്സിനെ നമ്മൾക്ക് മേജർ ഡിഫക്റ്റും മൈനർ ഡിഫക്റ്റും ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം മേജർ ഡിഫക്റ്റ് മൈനർ ഡിഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുക. അപ്പം ആ പ്രൊഡക്റ്റിൻ്റെ എൻഡ് യൂസ്, എന്തിനാണ് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കാർപ്പറ്റാണെന്ന് വിചാരിക്കുക, അപ്പം മേജർ ഡിഫക്റ്റ് ആണോ മൈനർ ഡിഫക്റ്റ് ആണോ എന്ന് നമ്മൾ പറയുന്നത് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡ് യൂസ്, ഒന്ന് ഗാർമെൻ്റ് ആണോ ഒന്ന് കാർപ്പറ്റാണ്. അപ്പോൾ അതിലെ മേജർ ഡിഫക്റ്റ്, ഇപ്പോൾ ഗാർമെൻറ്റിലാണെങ്കിൽ ചെറിയൊരു ഡിഫക്റ്റ് പോലും അതിനെ നമ്മൾ കുറച്ച് മേജർ ഡിഫക്റ്റായിട്ട് കാണും. പക്ഷേ മറ്റേതാണെങ്കിൽ ചിലപ്പം ചെറിയൊരു ഹോൾ എന്താണെങ്കിൽ അത് ചിലപ്പോൾ മേജർ ഡിഫക്റ്റായിട്ട് അതിൽ കൺസിഡർ ചെയ്യൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ അതിൻ്റെ എൻഡ് യൂസ്, പിന്നെ അത് ഗ്രേ പ്രൊഡക്റ്റാണോ, ഗ്രേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഗ്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ, അതായത് നമ്മുടെ വീവിങ് മെഷീനിൽ ഒരു ഫിനിഷിങ് ട്രീറ്റ്മെൻറ്റും ചെയ്യാണ്ട് വരുന്ന പ്രൊഡക്റ്റിന് നമ്മൾ ഗ്രേ ഗുഡ്സ് എന്നാണ് പറയുക, ഗ്രേ ഫാബ്രിക്. അപ്പോൾ ഇത് ഗ്രേ ഫാബ്രിക് ആണെങ്കിൽ ഡിഫക്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കൊടുക്കില്ല. പക്ഷേ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ, അതായത് എല്ലാ ഫിനിഷിങ് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വന്ന സാധനമാണെങ്കിൽ ചെറിയൊരു ഡിഫക്റ്റ് പോലും നമ്മൾ ചിലപ്പോൾ മേജർ ഡിഫക്റ്റിലാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മേജർ ഡിഫക്റ്റ് ആണോ മൈനർ ഡിഫക്റ്റ് ആണോ എന്നവർ തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ സബ് മൈനർ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സബ് മൈനർ, മൈനർ, മേജർ. അപ്പം സബ് മൈനർ ഡിഫക്റ്റ് ആണെങ്കിലോ അത് പെട്ടെന്നൊന്നും നമുക്ക് ഒബ്വിയസ് ആയിരിക്കില്ല, പെട്ടെന്നൊന്നും നമുക്ക് കാണൂല. പക്ഷേ അതെന്താ, ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അത് കാണുള്ളൂ. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കത് തീരെ കാണുകയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അങ്ങനത്തത് ഇപ്പം വലിയ ഇതാണെങ്കിൽ വലിയ ബ്രാൻഡുകളാണെങ്കിൽ ആ ഒരു ചെറിയൊരു, അതായത് നമ്മൾ നോട്ടീസ് ചെയ്യാത്ത ഡിഫക്റ്റ് പോലും അവരെന്ത് ചെയ്യും, അവരത് മെയിനായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് വിടൂല. അത് അവർ സെക്കൻഡ് സെയിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ മാർക്കറ്റിലേക്ക് കൊടുക്കുക. നല്ല പ്രൊഡക്റ്റിൻ്റെ കൂടെ അവരത് ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കൂല. കാരണം അവരുടെ പിന്നെ ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഫാബ്രിക്കിൽ കാണാം തിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് അല്ലേ, ത്രെഡ് തന്നെ തിക്കായിട്ട് തന്നെ ഉണ്ടാവും ഫാബ്രിക്കിൽ. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ ഒരു ബ്രാൻഡാണെന്ന് വിചാരിക്കാം, ഈ ബ്രാൻഡിലൊരു ട്രൗസേഴ്സിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ്, അപ്പോൾ അവരിപ്പം പീറ്റർ ഇംഗ്ലണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നല്ല ബ്രാൻഡ്, അപ്പോൾ അവരങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്, അവരത് സാധാരണ നമ്മൾ ഔട്ട്ലെറ്റിലേക്ക് സാധാരണ സെല്ലിങ്ങിന് കൊടുക്കാണ്ട് സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരത് സെയിൽ ചെയ്യും. അത് അവരുടെ ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ മൈനർ, അതായത് സബ് മൈനർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമുക്ക് പെട്ടെന്ന് ഒബ്വിയസ് ആയിരിക്കില്ല, നമുക്ക് പെട്ടെന്ന് കാണൂല, നോട്ടീസ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അതിന് നമ്മളത് അങ്ങനെ പറയാം, സബ് മൈനർ ഡിഫക്റ്റ്. ചിലപ്പോൾ മൈനർ ഡിഫക്റ്റ് ഉണ്ടാവും, കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അധികം പെട്ടെന്ന് അല്ലെങ്കിൽ ഒന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉണ്ടാവും പെട്ടെന്ന്. പക്ഷേ അതെന്താ പറയുക, ഒരു ഡിഫക്റ്റീവ് ഗാർമെൻ്റ് ആയിട്ട് ചിലപ്പോൾ കൺസിഡർ ചെയ്യും. ചിലപ്പം ഡിഫക്റ്റീവ് ഗാർമെൻ്റ് ആയിട്ടാണ് അവരത് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ മേജർ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നന്നായിട്ടത് വിസിബിളാണ്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യും, ദൂരത്തുനിന്നേ നമുക്കത് ആ ഡിഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, അതെന്തായാലും അത് ഡിഫക്റ്റീവ് ഗാർമെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. മറ്റേത് ചിലപ്പോഴാണ് കൺസിഡർ ചെയ്യുള്ളൂ, മൈനർ ഡിഫക്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് 3 ടൈപ്പിലാണ് ഡിഫക്ട്സ്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ, മേജർ ആൻഡ് മൈനർ. പിന്നെ മൈനറിൽ തന്നെ സബ് മൈനർ ഡിഫക്റ്റ്, മൈനർ ഡിഫക്റ്റ്, മേജർ ഡിഫക്റ്റ്. ഓക്കെ, പിന്നെ ഉള്ളതാണ് പോയിൻ്റ് സിസ്റ്റം. അപ്പോൾ ഈ പോയിൻ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇത്ര 4 പോയിൻ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് 4 പോയിൻ്റ് സിസ്റ്റം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫക്റ്റിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ ഡിഫക്റ്റിൻ്റെ വിഡ്ത്ത് അതിനനുസരിച്ച് നമ്മളതിനെ പിന്നെയും ഡിഫക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു 3 ഇഞ്ച് വരെയുള്ള ഡിഫക്റ്റുകളാണെങ്കിൽ നമ്മൾ 1 പോയിൻ്റ് ആണ് കൺസിഡർ ചെയ്യുക. പിന്നെ 3 ഇഞ്ചസ് ടു 6 ഇഞ്ചസിൻ്റെ ഇടയിലാണ് ഡിഫക്റ്റ് എന്ന് പറയുക, അപ്പോൾ അതിനെ നമ്മൾ 2 പോയിൻ്റ് എന്നാണ് പറയുക. പിന്നെ 6 ഇഞ്ചിനും 9 ഇഞ്ചിനും ഇടയ്ക്കാണെങ്കിൽ ഡിഫക്റ്റ് ഉള്ളത് 3 പോയിൻ്റ് പറയും. 9 ഇഞ്ച് കൂടുതലാണെങ്കിൽ ഡിഫക്റ്റ് നമ്മൾ 4 പോയിൻ്റ് എന്നാണ് പറയാം. അപ്പോൾ ഇതൊരു 4 പോയിൻ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്, നന്നായിട്ട് മനസ്സിലാക്കുക 4 പോയിൻ്റ് സിസ്റ്റം. അത് അടുത്ത ഇതിൽ പറയാം. അപ്പോൾ ഹോൾസും ഓപ്പണിങ്സും ആണെന്ന് വിചാരിക്കുക. അപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നത് അല്ലാത്ത ഡിഫക്റ്റുകളായിരിക്കുക, ഹോളും ഓപ്പണിങ്ങും അല്ലാതെ വരുന്ന ചെറിയ ഡിഫക്ട്സിനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഹോള് അല്ലെങ്കിൽ എന്തൊരു ചെറിയൊരു ദ്വാരം പോലെയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഓപ്പണിംഗ് പോലെ കീറിയ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 ഇഞ്ചിനും കുറവാണെങ്കിൽ നമ്മൾ 2 പോയിൻ്റ് എന്ന് പറയാം, 2 പോയിൻ്റ് സിസ്റ്റം പറയും. 1 ഇഞ്ച് കൂടുതലാണെങ്കിൽ 4 പോയിൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഡിഫക്ട്സിനെയൊക്കെ നമ്മൾ 100 സ്ക്വയർ യാർഡ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 100 സ്ക്വയർ യാർഡ്സിൽ 40 പോയിൻറ്റിലും കൂടുതലാണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും നമ്മൾ. ആ പ്രൊഡക്റ്റ്, ആ ഒരു ഫാബ്രിക് ആണെങ്കിൽ അതിനെ നമ്മൾ ഡിഫക്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, അതിനെ റിജക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. 4 പോയിൻ്റ് സിസ്റ്റത്തിൽ നമ്മളിപ്പം 40 പോയിൻറ്റ്സിലും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പം ഫാബ്രിക് എന്ത് ചെയ്യുക, ചെക്ക്, അതായത് ഈ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പാസ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കും. പിന്നെ എന്താണ്, ഇതാണ് നമ്മൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണിത്, പോയിൻ്റ് സിസ്റ്റം. അതായത് 4 പോയിൻ്റ് ആണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ പറയുന്നത്, 4 പോയിൻ്റ് സിസ്റ്റം. പിന്നെ നിറ്റഡ് ഫാബ്രിക്കിലും ഇതേ പ്രൊസീജിയറും ഒക്കെ തന്നെയാണ്. അതായത് വോവൺ ഫാബ്രിക്കിൽ എങ്ങനെയാണോ നമ്മൾ ഡിഫക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിലും നിറ്റഡ് ഫാബ്രിക്കിലും നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് ഡിഫക്റ്റ് ഉള്ളത്, അതിൻ്റെ പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ് സിസ്റ്റം. അടുത്തത് 4 പോയിൻ്റ് സിസ്റ്റം. അതിൻ്റെ മെയിനായിട്ട് ഒന്നും കൂടെ പറയുന്നുണ്ട് 4 പോയിൻ്റ് സിസ്റ്റം. അത് എല്ലാം നമ്മൾ പറഞ്ഞല്ലോ അമേരിക്കൻ സ്റ്റാൻഡേർഡിലാണ് വരുന്നത്. അപ്പോൾ 4 പോയിൻ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അത് AAMA അമേരിക്കൻ അപ്പാരൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ്റെ ആണ് 4 പോയിൻ്റ് സിസ്റ്റം. അപ്പോൾ ഇത് പിന്നെ മെയിനായിട്ട് ഇത് അപ്പാരൽ ഫാബ്രിക്സ് ഒക്കെ പ്രൊഡ്യൂസേഴ്സും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിസ്റ്റം. ഇതിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി കൺട്രോളാണ് മെയിനായിട്ട് നമ്മളിതിൽ പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് നമ്മളെപ്പോഴും പറയുന്നത് ASQC, അമേരിക്കൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി കൺട്രോൾ.
അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 സ്ക്വയർ യാർഡ്സിലാണെങ്കിൽ നമ്മൾ 40 പോയിൻറ്റ്സ് വരെയുള്ളത് നമ്മൾ റിജക്റ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് സെക്കൻഡ്സ് കൺസിഡേർഡ് ആസ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത്. താങ്ക് യു.